അങ്ങനെ പരന്നാണ് വരും അല്ലേ? അത് ഓർക്കണം ഇങ്ങോട്ട് പോകുന്ന അതേ സ്പീഡിൽ നിൽക്കരുത്. അതിന്റെ ഒരു മറിയുണ്ട്, അത് നമ്മൾ ചെയ്താണ് വരുന്നത്. അതിന്റെ ഒരു ടെക്നിക്കാണ് അല്ലേ? ചെറിയ സിമ്പിളാണ്. ഈ നോക്കാം നമുക്ക് ഇതിലെന്തായാലും. ഇതൊക്കെ തന്നെയാണ് മുതലിന്റെ മച്ചാമാരെ. ടൈഗർ, നമ്മള് ടൈഗർ എന്നൊക്കെ പറഞ്ഞിട്ട് 400-600 കൊടുത്ത് വാങ്ങുന്ന മുതലാണ് കേട്ടോ നമ്മുടെ വലയിൽ നിന്ന് കുടുങ്ങിയിട്ടുള്ളത്. വാവ്, സാധനമൊക്കെ വല അറച്ച് കിട്ടുന്ന ടൈമുണ്ട്. അപ്പം നമ്മളെ കൂടെ ജലീലിക്കുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫിഷിംഗ് മാസ്റ്റർ അഷ്റഫ് ഖാൻ്റെ വലയിലാണ് കേട്ടോ. കറവെള്ളം തുടങ്ങണ കിടക്കാം. ഓ, ചെറുതാ കിടക്കുന്നു. വറ്റല്ലേ? വറ്റക്കുട്ടി. അപ്പോൾ ഇവനെ നമ്മൾ അങ്ങോട്ട് ജീവനോടെ അങ്ങോട്ട് വെള്ളത്തേക്ക് അങ്ങോട്ട് ജലീലിക്കാൻ്റെ അഭിപ്രായ പ്രകാരം വെള്ളത്തേക്ക് പോട്ടെ. ചത്തിട്ടോ അവൻ. ഞാനേ മീൻ പിടിച്ച് അപ്പോൾ വറ്റക്കുട്ടിനെ നമ്മൾ വെള്ളത്തിലോട്ട് റിലീസ് ചെയ്യാണ്. സഞ്ചി കാണാനില്ല. എങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഈ സാധനം വരുന്നത്? സിലോപ്പിയാണല്ലോ. ഓ, പിലോപ്പി, സിലോപ്പി സൈസ് സാധനം. എന്റെ മോനാണ് ശീലായിക്കണം ഉപ്പുവെള്ളത്തില്ലേ. അപ്പൊ ഇനി കുറച്ചു കാലം കഴിഞ്ഞാല് കടലിൽ മൊത്തം ചിലപ്പോ ഈ മീനുകളാവാൻ സാധ്യതയുണ്ട്. അല്ല, ഉപ്പുവെള്ളത്തിൽ എങ്ങനെ നേരെ അങ്ങോട്ട് പൊന്തിക്കാച്ചറൊക്കെ. അയ്യോ, ഇന്ന് കിട്ടിയ ഒരു മുതല്. ഓ, ടോർച്ച് അടിക്കുമ്പോ ഉമ്മൊരു സാധനം. മറ്റേ സാധനത്തിന്റെ വലുതായതാണെന്ന് തോന്നുന്നുണ്ട്. അസറക്ക വേറുണ്ട്. നമ്മള് ചിന്തിക്കാത്തൊരു മീനില്ല, അതൊക്കെ ഉണ്ടല്ലോ. നമ്മള് ചിന്തിക്കാത്ത മീനാണെന്ന്. ഗിഫ്റ്റ് തിലോപ്പിയൊക്കെ ഇപ്പൊ കടലിലെത്തി, കായലിലെത്തി. നല്ല ജീവനുള്ള അസറക്ക ഓക്കെ. ഇതാ വറ്റക്കുട്ടിയല്ലേ ഇത്? വറ്റക്കുട്ടി ഈ സാധനമൊക്കെ ശങ്കല്ലേ? അവിടെ ഇതൊക്കെ പോട്ടെ.